ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ നിങ്ങളെന്തായാലും എടുത്തവരൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് ചാനലിൽ റിയൽ സെഞ്ചർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗൈസ് ലൈവ് ഉണ്ട് ഡെയിലി 8 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് 1 വേഴ്സസ് 1 ആണെങ്കിലും ഫ്രണ്ട്ലി എന്താ പറയുക കോമ ചാനലിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ കാർഡുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഡിവിഷൻ മാച്ചിൽ എങ്ങനെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മളിന്ന് ചെയ്യാൻ പോണ കേസ് ഓൾറെഡി നമ്മുടെ കക്കയുടെ ഫസ്റ്റ് ഇംപ്രഷനാണ്. കുറേ പേര് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാർഡാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഓപ്പോണൻറ്റ് എങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും മച്ചാമാരെ പുതിയ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അതെല്ലാം ഞാൻ ഫസ്റ്റ് ചാനലിൽ അങ്ങനത്തെ അപ്ഡേറ്റ് ഒക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഓൾറെഡി ജേഴ്സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മച്ചാമാരെ. അപ്പോൾ ഇതാണ് നമ്മുടെ കക്ക. ഓൾറെഡി കക്കയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുകയാണെങ്കിൽ മച്ചാമാരെ അത്യാവശ്യം കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മുടെ കക്കയുടെ കുറേ പേർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആരെയാ ഫ്രീ ട്രയൽ കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. എന്തായാലും നമുക്ക് നോക്കാം. കുറേ പേര് പുയോളിന് എടുക്കണം എന്ന് പറഞ്ഞു, കസിലിയാസ് എടുക്കണം. എനിക്ക് ഓൾറെഡി നമ്മുടെ കക്കയാണ് കിട്ടിയ കേസ്. അപ്പോൾ ഇതാണ് മച്ചാമാരെ നമ്മുടെ ഓപ്പോണൻറ്റ് 4213 ആണ്. വാൻഡിജിക്കും ടോണി ഹക്കീമി ഗൈസ് അത്യാവശ്യം പെസ്സിലുണ്ടായിരുന്ന ഒരു ടൈമിലുള്ള എല്ലാ കാർഡുകളും ഉണ്ട്. ബിഗ് ടൈം കാർഡുകൾ പണ്ടത്തെ എല്ലാ കാർഡുകളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മാച്ചിലേക്ക് കിടക്കും ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ മച്ചാമാരെ മലർവാടി ഗൈസ് കിടിലിൻ്റെ ഒരു പേരൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്പണർ കേട്ടോ, FC മലർവാടി നട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പയ്യൻ ആരെയാണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും പേര് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഓപ്പണിൻ്റെ മലർവാടി ഇട്ടു. ഞാൻ ഇതൊരു സിനിമ പേരിലുള്ള ഒരു സ്ഥലപ്പേരിൽ കണ്ടിട്ടില്ല. എന്തായാലും മച്ചാമാരെ ഒരു കിടിലാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, മാച്ച് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മുടെ സുവാരസ് ടു കക്കയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കാണാൻ നമുക്ക് നോക്കാം ഗൈസ്. സാബി അലോൺസോ ടു റോബർട്ടോ കാർലോസ് ടു ഡെനിൽസൺ ടു നമ്മുടെ സുവാരസ് ടു വാൻഡിജിക്കിൻ്റെ കാല് തട്ടി, വാൻഡിജിക്ക് പാട്രിക് വിയേര. ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു സുവാരസ്. ഓക്കെ വാൻഡിജിക്ക് ഹക്കീമിനെ എടുത്തിട്ടുണ്ട്. ഡെനിൽസൺ ടു ഹെർണാണ്ടസ്. ജെറാഡ് ടു നമ്മുടെ ക്രൈഫ് എടുത്തിട്ടുണ്ട് ഗൈസ്. കഫു അറ്റാക്ക് ഡിഫൻസ് ചെയ്തെടുത്തു. ഓക്കെ മെസ്സി ടു നമ്മുടെ കക്കയിലേക്ക് പാസ് കൊടുത്തു. പക്ഷേ കിട്ടിയില്ല ഗൈസ്. കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. കക്കയ്ക്ക് അത്യാവശ്യം റണ്ണിങ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അയ്യോ എടാ കസിലീസ് ആയതുകൊണ്ട് അടിച്ച് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ പുതിയ സ്റ്റേഡിയമൊക്കെ വന്നിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കമൻറ്റ് ഇഷ്ടപ്പെട്ടോന്നൊക്കെ ഓൾറെഡി നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് അടിക്കുക കേട്ടോ മച്ചാന്മാരെ. ഗൈസ് ഇപ്പോൾ റോബർട്ടോ കാർലോസ് ടു നമ്മുടെ സാബി ടു ഫ്രാങ്ക് റിബറി ഗൈസ് കാല് തട്ടി പണിയാവുള്ളൂ. നെയ്മർ നല്ലൊരു പാസ് ഉണ്ടായിരുന്നു. എന്തായാലും ടോണി ആഡംസ് ടു കിട്ടിയില്ല. ബെല്ലിംഗം പിന്നെ മെസ്സി. ഓക്കെ മെസ്സി ടു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു ചാൻസ്. സുവാരസ് ടു നമുക്ക് അടിക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. 14 മിനിറ്റ് ഫസ്റ്റ് അടി അടിച്ചിട്ടുണ്ട്. ഓപ്പോണൻറ്റ് നെറ്റ് ഇടയ്ക്ക് പോകുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓപ്പോണൻറ്റ് പോവുമോ നമുക്ക് നോക്കി വെക്കാം. എന്തായാലും കുഴപ്പമില്ല മച്ചാമാരെ. എന്തായാലും പയ്യൻസ് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കാം. നെയ്മർ ടു നമ്മുടെ റിബറി ഗൈസ് വീണ്ടും എടുത്തിട്ടുണ്ട് നമ്മുടെ സുവാരസ്. അണ്ണൻ ഇതിനകത്ത് ഇച്ചിരി ഫോം ആട്ടോ. സുവാരസ് ഇച്ചിരി ഫോമാണ്. കക്ക പാട്രിക് വിയേര കക്കനെ തട്ടിയിട്ടില്ല ഗൈസ്. കിട്ടിയിട്ടുണ്ട്. ടോണി ആഡംസ് ടു നമ്മുടെ സാബി ടു ഡെനിൽസൺ. ബാക്കോട്ട് റോബർട്ടോ കാർലോസ്. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഡെനിൽസൺ നല്ലൊരു ചാൻസ് ഉണ്ട്. ഡെനിൽസൻ്റെ ഒരു ക്രോസ് കക്കയിലോട്ട് കിട്ടിയില്ല. പാട്രിക് വിയേര. ജെറാഡ് ടു നമ്മുടെ നെയ്മർ. ഓക്കെ നെയ്മർ ടു ക്രൈഫ്. നെയ്മർ ഇതിനകത്ത് CF ആട്ടോ ഗൈസ്. ക്രൈഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. നല്ലൊരു പാസ്സായിരുന്നു മെസ്സി. ഓക്കെ ഗൈസ് സാബി എടുത്തിട്ടുണ്ട്. സാബി ടു ഡെനിൽസൺ ടു നമ്മുടെ സുവാരസ് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കക്ക ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കക്ക അടിച്ചോ എടാ കിട്ടിയില്ല ഗൈസ്. ഡെനിൽസൺ നല്ലൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഡെനിൽസനെ കൊണ്ട് ശരിക്കും അടിപ്പിക്കണമായിരുന്നു ഗൈസ്. ഞാൻ ഓൾറെഡി കക്കതിൻ്റെ കാർഡ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കക്കയ്ക്ക് തന്നെ പാസ് മാക്സിമം കൊടുക്കുന്നത്. കക്കയ്ക്ക് ഗൈസ് കുഴപ്പമില്ല, അത്യാവശ്യം റണ്ണിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓൾറെഡി ഗൈസ് ലോക്ക് ചെയ്തിട്ടുണ്ട് പിക്കമ്പർ ഗൈസ്. അപ്പം മെസ്സിയാണ് നമുക്ക് നോക്കി വെക്കാം ഗൈസ്. ഇത് ഓൾറെഡി പണ്ടുണ്ടായിരുന്ന മെസ്സി കാർഡ് കേട്ടോ. അറിയാണ്ട് പാസ് ചെയ്ത് പോയതാണ്. സുവാരസ് ടു സാബി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്തൊരു റണ്ണിങ് ഗൈസ്. നോക്കുകയാണെങ്കിൽ റണ്ണിങ് ഉണ്ട് കേട്ടോ. റണ്ണിങ് ഉണ്ട്, വലിയ കുഴപ്പമില്ല. റൺ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. റിബറി ടു നമ്മുടെ സുവാരസ്. ഓക്കെ കക്ക മിസ്സായിപ്പോയി ഗൈസ്. ജെറാഡ് ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് ടു ഡെനിൽസൺ. വീണ്ടും റോബർട്ടോ കാർലോസ്. ഡെനിൽസൺ ടു പാട്രിക് വിയേര ഇവിടെ ഒരു ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. വാൻഡിജിക്ക് ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു ഹെർണാണ്ടസ്. ഓക്കെ ബെല്ലിംഗം കുറച്ച് നേരം ഇട്ട് കറക്കാൻ ഗൈസ്. ബെല്ലിംഗം ടു നമ്മുടെ കഫു ടു മെസ്സി ടു നമ്മുടെ സുവാരസ് ടു കക്ക ഗൈസ്. കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഷോട്ട് അടിക്കാൻ പറ്റും. ഈ പാട്രിക് വിയേര ഇവിടുന്ന് കയറി ഇടുന്നുണ്ട്, അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ നമ്മളെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് അടിച്ചു വിട്ടു ഗൈസ്. അപ്പോൾ പോയില്ലടാ. ഓക്കെ പോയി ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു
അയാം ഇന്റർ ഗൈസ് കുറച്ച് പേര് പറഞ്ഞിരുന്നു നമ്മൾ ഓൾറെഡി 60 FPS ആട്ടോ മച്ചാൻ ഇടുന്ന 60 ഉണ്ട്. അതാണ് ഇത്രയും നമ്മുടെ ഓഡിയൻസ് കാണുന്നത്. കുറച്ച് പേര് ചോദിച്ചായിരുന്നു ബ്രോ ഇത്രയും എങ്ങനെ ഗ്രാഫിക്സ് അടിക്കുന്നതെന്ന്. ഗൈസ് അപ്പോൾ കസിലിയാസ് വീണ്ടും നമുക്കൊരു ചാൻസ് ഉണ്ടോ? ഹെർണാണ്ടസ് ഗൈസ് അപ്പോൾ ഹാഫ് ടൈം ആയിട്ട് നമ്മൾ എന്തായാലും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഷോട്ട് എനിക്ക് ഒന്ന് 2-3 ഷോട്ട് അടിച്ചു. ഷോട്ട് 3 അടിച്ചു, ഷോട്ട് ഓൺ ടാർഗറ്റ് 3 അടിച്ചു. അവരെ കസിലിയസ് ആയതുകൊണ്ട് ഗോളി പിടിച്ചത്, അല്ലെങ്കിൽ നമുക്കൊരു കർവ് അടിച്ച് കയറേണ്ട കാര്യം ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റണ്ണിങ് അടിക്കുന്നു വെച്ചാൽ അവരെ. ഇപ്പോൾ റൊണാൾഡോനെ അവർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് നോക്കിയൊക്കെ റൊണാൾഡോ എന്താക്കുമെന്ന്. പാട്രിക് വിയറ ടു റിബറി ടു മെസ്സി ഗൈസ് ഓൾറെഡി ഇവർ ഓക്കെ സ്കില്ല് ഓക്കെ ചാൻസ് ഉണ്ട് ഗൈസ്. പോസ്റ്റ് കേട്ടാടെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. കക്ക നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ കക്ക ബെല്ലിംഗം കഫു ടു ഡിബ്രൂണി ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഡിബ്രൂണി ടു മച്ചാമരയുടെ ഓക്കെ ബെല്ലിംഗം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് നല്ലൊരു ചാൻസ് ഉണ്ട്. കക്ക ഗൈസ് ഇത് അടിക്കണം നമുക്ക് ടേൺ ചെയ്ത് അടിക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും അടിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ഗോൾ. കാരണം സിമ്പിളായിട്ട് റൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പത്തേനും സ്കിപ്പ് ചെയ്തു നമ്മുടെ ഓപ്പോണൻറ്റ്. അല്ലെങ്കിൽ നമുക്കൊരു സെലിബ്രേഷൻ കാണായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ കവാനിൻ്റെ ഒക്കെ പോലത്തെ ആ ഒരു ടൈപ്പ് സെലിബ്രേഷൻ ഉണ്ട്. റൂണീൻ്റെ ഇതുപോലത്തെ സെലിബ്രേഷനാണ് ഗൈസ്. അപ്പോൾ റൂണിയെ കിട്ടിയൊരു കമൻറ്റ് ചെയ്യാട്ടോ. കുറേ പേർക്ക് റൂണിനെയും പുയോളിനെ കിട്ടിയുണ്ട്. ഓക്കെ ഗൈസ് ഇത് കിട്ടിയില്ലടാ. ഹക്കീം എടുത്തു. വാൻഡീജിക്ക് പാട്രിക് വിയറ ടു റിബറി ടു നമുക്ക് നോക്കി വെക്കാം. ബ്രൂണി ഡിബ്രൂണി ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കി വെക്കാം. ഇത് നല്ലൊരു ചാൻസ് ആണല്ലോ. ഓഫ് സൈഡ് ഇത് നടക്കൂല ഗൈസ്. ഞാൻ വിചാരിച്ച മേളിക്കൂടെ അടിച്ചിട്ട് കിട്ടുമെന്ന പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല അച്ഛാമാരെ. അപ്പോൾ എന്തായാലും ഓഫ് സൈഡ് ആയിപ്പോയി. അപ്പോൾ 2-3 ഓഫ് സൈഡ് ഈ ഒരു മാച്ചിൽ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും കോർണർ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് നോക്കി വെക്കാം. വാൻഡീജിക്ക് ടു ടോണി ആഡംസ് ഗൈസ്. അപ്പോൾ കക്കേനെ കൊണ്ട് നമ്മൾ ഒരു ഇത് നടത്തി കേട്ടോ ഗോൾ. അപ്പം പറയുകയാണെങ്കിൽ നല്ലൊരു കാർഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം റണ്ണും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പാട്രിക് വിയറൊക്കെ വരുമ്പോൾ ഡിഫൻസ് ചെറുതായിട്ട് പൊട്ടുന്ന രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളൂ ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സാബി രണ്ടുപേരും ഒന്നിച്ച് തന്നെ വന്നല്ലോ. സാബി ടു അതിവിടെ കക്ക ഫ്രീ ആയിരുന്നല്ലോ. അത് എന്തിനാണ് അവിടെ കൊടുത്തേ? ഓക്കെ ഡെനിൽസൺ ടു റോബർട്ടോ കാർലോസ് ബാക്കോട്ട് ഡെനിൽസൺ ഗൈസ്. അപ്പം വീണ്ടും ബെല്ലിംഗത്തിലോട്ട് ഗൈസ്. ബെല്ലിംഗത്തിൻ്റെ കാർഡിൻ്റെ ഗൈസ് ഒരു ക്രോസ് ഇട്ടു നോക്കാം നമുക്ക്. ഞാൻ വിചാരിച്ച ഗൈസ് ചില ഗോളികൾ പിടിക്കില്ല, നമുക്ക് കർവ് കിട്ടും. പക്ഷെ ഇത് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും സ്റ്റണ്ണിങ് വല്ലതും അടിച്ചാൽ മതി. അവിടെ ഇട്ട് കളിപ്പിക്കണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. പാട്രിക് വിയറ ടു ടോണി ആഡംസ് ഗൈസ്. മെസ്സിയുടെ നമ്മൾ കുറേ പ്രാവശ്യം ഓടിപ്പിച്ചിട്ട് പവർ ഇത് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. പുറത്തേക്ക് അടിച്ചു കളഞ്ഞു അവന്മാർ ഗൈസ്. 70 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഗൈസ് ഓപ്പോണൻറ്റ് തിരിച്ച് ഗോൾ അടിച്ചില്ല. പക്ഷേ ഒരു ശ്രമം നമ്മൾ തടഞ്ഞു, അതുകൊണ്ട് ഡിഫൻസ് ചെയ്തു. നമുക്കിത് നോക്കി നോക്കാം. കഫു എന്താണെന്ന് പറയാൻ പറ്റില്ല. 2 ഗോളുകളുണ്ട്. പാട്രിക് വിയറ നന്നായിട്ട് കളിക്കുന്നുണ്ട്. സുവാരസ് ടു ഗൈസ് കിട്ടി. മെസ്സി ടു നമുക്ക് ബാക്കൗട്ട് അടിക്കാം. കഫു ഓക്കെ വീണ്ടും ബാക്ക്. മെസ്സി ബെക്കാം ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കക്ക ഓക്കെ മറഡോണ ഓക്കെ നല്ലൊരു ചാൻസ് ഉണ്ട്. ഇവിടെ വാൻഡിജിക്ക് ഉള്ളതുകൊണ്ട് അത് കിട്ടുന്നില്ല. കഫു വാൻഡിജിക്ക് വീണ്ടും നെയ്മർ ഗൈസ്. വീണ്ടും നല്ലൊരു ചാൻസ്. കോസ്റ്റാട്ട ടു ബെക്കംബർ ബാക്കൗട്ട്. പോയി ഗൈസ് പോയടാ. ഇത് കിട്ടുമോ റൊണാൾഡോ? ബ്ലോക്ക് ഗൈസ്. അപ്പോൾ എന്തായാലും റൊണാൾഡോ അത് അടിച്ചായിരുന്നെങ്കിൽ ഗോൾ കയറിയാണ്. പക്ഷേ റൊണാൾഡോ ഇങ്ങോട്ട് പാസ് തന്നുകൊണ്ട് റിവർക്ക് അടിക്കാൻ പറ്റിയില്ല. ബെക്കവറിനെ കൊണ്ട് ഞാൻ മുന്നിൽ വെച്ച് കൊടുത്തു ഗൈസ്. അപ്പോൾ എന്തായാലും ആ ഒരു ചാൻസ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. റൊണാൾഡോ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഹെഡ് ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. മെസ്സിയിട്ട് നമുക്ക് നോക്കി വെക്കാം. പണിയായോ? ബെക്കാമ് ത്രൂ പാസ് അടിച്ചു വിട്ടോ. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഡെനിസിലോ അതെന്ത് പണിയാണ് കാണിച്ചേ ഗൈസ്? ഹക്കീമി ടോണി ആഡംസ് കിട്ടിന്ന് തോന്നുന്നു. മറഡോണ ഓക്കെ പോയി കേട്ടാ. പോയി റിബറി ഗൈസ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ലോങ് ബോൾ കൗണ്ടർ അത് പോട്ടെ ഗൈസ്. അപ്പോൾ ഒരു കാര്യം മറന്നുപോയി ഗൈസ്. മെസ്സി നമ്മുടെ പണ്ടത്തെ അതായത് പെസ്സിലുണ്ടായിരുന്ന ടൈമിലുള്ള മെസ്സിയുടെ കാർഡും പിന്നെ നമ്മുടെ റൊണാൾഡോൻ്റെ കാർഡുമായിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഓപ്പോണൻറ്റ് ചൂസ് ചെയ്തേക്കുന്നത്. അത് ഇപ്പോഴത്തെ സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചേ. ഇവിടെ എന്തൊക്കെയാണ് കിടക്കുന്നത്? വാട്ടർ ബോട്ടിൽ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ കിടക്കുന്നുണ്ട് മച്ചാമനയുടെ. സംഭവം കോട്ടൊക്കെ അടിച്ച് കുറേ നമ്മുടെ ട്രെയിനിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അത് ഇതിലൂടെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പം 86 മിനിറ്റ് ആയിട്ടില്ല. നമുക്ക് നോക്കി വെക്കാം. ലാസ്റ്റ് ലാപ്പിൽ അങ്ങനെ ഇവന്മാർ അടിച്ചു കയറ്റുന്നൊരു ഡൗട്ടുണ്ട്. ബ്ലോക്ക് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു ഓഫ് സൈഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി വരുന്ന പുതിയ സ്റ്റേഡിയം എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അടുത്ത മാസം ഒരു പകുതിയോടെയൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം സ്വാതന്ത്ര്യദിനത്തിൻ്റെയൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ആയിരിക്കും സ്റ്റേഡിയം എത്തുക. നല്ലൊരു അപ്ഡേറ്റ് ആവട്ടെ. പിന്നെ എല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ ഗൈസ്. കാരണം ആ ഒരു പ്രശ്നം ഉണ്ടാകാണ്ടിരിക്കട്ടെ. എന്തായാലും വെച്ചാൽ മറ്റേ സൈസ് ഇച്ചിരി വലുതാണെന്ന് ഏകദേശം പറഞ്ഞായിരുന്നു ഇവർ. പുതിയൊരു അപ്ഡേറ്റ് ഗൈസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ പാട്രിക് വിയറ കുറച്ച് സീനാണല്ലോ. ബെക്കംബർ പോലെ
ഓ ഗൈസ്, സാബി അലോൺസോ ടു നമ്മുടെ മെസ്സി ടു ഡേവിഡ് ബെക്കാമും, ഓക്കെ ഡെന്നിസ് ലോ ടു കക്ക ടു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ എടാ അടിച്ചടിച്ചടിച്ച ഗോളിയില്ല. എടാ അയ്യോ, ഹക്കീമി അടിച്ചു വിട്ടടേ, അല്ലെ നല്ലൊരു ചാൻസ് കിട്ടിയത്. ഓക്കെ പാട്രിക് വരാം മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 ഗോളുകൾ അടിച്ച് മാച്ച് അങ്ങനെ ജയിച്ചിട്ടുണ്ട്. 2 ഗോളുകൾ FC മലർവാടി കേട്ടോ, പുതിയൊരു ഓപ്പോണന്റാണ്. നമുക്ക് ഇതുവരെ ഡിവിഷൻ മാച്ചിൽ അങ്ങനെ വന്നില്ല. അപ്പോൾ ഗൈസ് ഒരു കിടിലൻ മാച്ചായിരുന്നു മച്ചാമാരെ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക ഗൈസ്. ഇവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു മാച്ചായിരുന്നു. 5 ഷോട്ട് അടിച്ചു. കക്ക നല്ലൊരു കാർഡ് തന്നെ കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ആർക്കൊക്കെ കിട്ടിയും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അത്യാവശ്യം 2ാമത്തെ റേറ്റിംഗിലുണ്ട്, നല്ലൊരു കാർഡ് തന്നെയാണ്. കസിലിയസ് ആണ് അവരുടെ ഇത് നിൽക്കുന്നത്, എവയിൽ ഏറ്റവും റേറ്റിംഗ്. അപ്പോൾ മച്ചാൽ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരായിട്ടും ലൈവ് ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ഗൈസ്.